യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് പാർട്ടി കാര്യമാണെന്നും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുമാണ് BJPയുടെയും ഇടതുപക്ഷത്തിന്റെയും ആവശ്യം. എന്നാൽ രാജിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു രാഹുൽ. ഈ നിലപാടിന് പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണയുമുണ്ട്. തൽക്കാലം ഈ ആവശ്യം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നാണ് AICCയുടെയും തീരുമാനം. AK ശശീന്ദ്രനെതിരെ ആരോപണം വന്ന ശേഷവും സ്ഥാനത്ത് തുടരുന്നുണ്ടല്ലോ എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. M മുകേഷ് MLA രാജിവെച്ചോ എന്ന ചോദ്യവും നേതൃത്വത്തിനുണ്ട്. പരാതി ഉണ്ടെങ്കിൽ അത് മുകേഷിന്റെ കാര്യത്തിൽ ആദ്യം ചോദിക്കട്ടോ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. രാഹുലിനെതിരായ ആരോപണങ്ങൾ ഉയർന്ന ശേഷം ഷാഫി പറമ്പിൽ എവിടെയെന്ന ചോദ്യമായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടത്. ഷാഫി ഡൽഹിയിൽ നിന്നും ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി പോയി. തിരിച്ചെത്തിയത് ഇന്നാണ്. പ്രതികരണവുമുണ്ടായി. രാഹുലിനെതിരെ പരാതിയില്ലല്ലോ എന്ന സംരക്ഷണ കവചം തീർക്കുന്നു ഷാഫി പറമ്പിൽ. രാജിയില്ല എന്ന സൂചന ഷാഫിയും നൽകുന്നുണ്ട്. ഒരു കോടതി വിധിയോ ഒരു FIR അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന രാജിക്കപ്പുറവുമുള്ള കോൺഗ്രസിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. നേരെ മറിച്ച് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതാണ്. ഇപ്പം കത്തുൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ അതിനെ മറക്കാൻ തൽക്കാലം ഇതിൻ്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷമണിയാന്നാണ് വിചാരിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതോടെ സംഘടനാ നടപടി തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചു എന്ന സൂചനയാണ് AICCയും നൽകുന്നത്. നിലവിൽ വിവാദം അടഞ്ഞ അധ്യായമെന്ന പരാതിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി ദീപാദാസ് മുൻഷിയും പറയുന്നു. Look, already he said what he has said, and I think this chapter is over. So far to the party, no complaint has come from any person, any woman or any family against Rahul. രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രണ്ടാം വട്ടം പ്രതികരണത്തിനെത്തി. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചേക്കും എന്ന വരികൾക്കിടയിൽ വായിക്കാൻ പരുവത്തിനുള്ള പ്രതികരണമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റേത്. എന്നാൽ ഒന്നും തുറന്നു പറഞ്ഞില്ല. ഇടതുപക്ഷത്തിനും BJPക്കും അപ്പുറത്തേക്ക് മറ്റൊരു മാതൃക കോൺഗ്രസ് കാട്ടിക്കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചു. ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാവനക്കാൻ ഉള്ള അവകാശമില്ല. കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി പോലീസിന് മുന്നിലേക്ക് ഇതുവരെയും എത്താത്ത സാഹചര്യത്തിൽ രാഹുലിനെതിരായി ഉയരുന്ന വിവാദങ്ങൾ വൈകാതെ കെട്ടടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വമുള്ളത്. രാഹുലിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് 2 ദിവസം കൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ രാഹുലിന്റെ രാജിയാകും ഉചിതമായ തീരുമാനമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴുമുള്ളത്. അമൽത്തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.